ഈ കമീസ് ഇട്ട് കിടന്ന് 309 കൊല്ലം കമീസ് ദ്രവിച്ചില്ല എന്ന് മാത്രമല്ല, ഉറുമ്പ് അതിനെ തിന്നില്ല, ചെതൽ അതിനെ തിന്നില്ല, ഒന്നുമില്ല. അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ കുപ്പായത്തിൽ ഒരിക്കലും ചെതൽ തൊടുകയില്ല. ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ ചെതൽ തൊടുകയില്ല, ഉറുമ്പ് തൊടുകയില്ല. ഒരു നായക്ക് ഏറി വന്നാൽ ആയുസ് 20 കൊല്ലം. ഈ നായ വമ്പൻ നായ ആയതിനു ശേഷം വരെ പിന്നാലെ നടക്കുക. പിന്നെ നായ ഉറങ്ങി എത്ര? 309 കൊല്ലം. എന്നാണ് അവിടെ തഫ്സീർ റാസി അടക്കം. നായയുടെ ഉറക്കവും ഉണർച്ചയും എല്ലാം സമമായിരുന്നു. മഅഹും അവരോടുകൂടെ. അപ്പോൾ എന്തിനും കഴിയുന്ന റബ്ബാണെന്ന് ചിന്തിക്കണം. നമ്മളെയും അള്ളാഹുവിനെ ബന്ധിക്കുന്ന വലിയ കാര്യം തവക്കുലാണ്. നമ്മളെയും അള്ളാഹുവിനെയും ബന്ധിക്കുന്ന ഏറ്റവും വലിയ കാര്യം നിസ്കാരമല്ല, നോമ്പുമല്ല, സക്കാത്തല്ല, ഹജ്ജല്ല, ഒന്നുമല്ല. അതെല്ലാം ഉപകരിക്കൂലേ? ഇതുണ്ടെങ്കിൽ ഉപകരിക്കും. ഇതുണ്ടെങ്കിൽ, തവക്കുലുണ്ടെങ്കിൽ, അടിമയെയും ഉടമയെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം അടിമയുടെ തവക്കുലാണ്. അടിമ ഉടമക്കാരനെ ഏൽപ്പിക്കണം. ഉടമക്കാരൻ എന്ത് ചെയ്താലും വേണ്ടില്ല, ദയ അപേക്ഷിക്കാം, അതെന്തും അപേക്ഷിക്കാം. ദയാലുവാണ് ഉടമക്കാരൻ, ഏറ്റവും ദയാലുവാണ്. വഹുവ അർഹമുർ റഹീമീൻ. ഏറ്റവും നല്ലപോലെ ശ്രദ്ധിക്കണം, ഉറങ്ങിയിരിക്കരുത്. ഒരു കാട് കസേര ഇവിടെ ഒക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ആ ബേക്കിൽ വല്ല പെണ്ണുങ്ങളെ സ്വഭാവം ഉണ്ടോ? നാട്ടുകാരൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് ബേക്കിൽ പോയിരിക്കാൻ അയ്യേ മറക്ക് പിന്നിലിരിക്കാൻ പറഞ്ഞാൽ പെണ്ണുങ്ങളെ സ്വഭാവമല്ലേ മനുഷ്യന്മാർ. ഇത്രയും കസേര ഇവിടെ ഉണ്ടായിട്ട് ഈ പെണ്ണുങ്ങളെ സ്വഭാവത്തിൽ ആണുങ്ങൾ, നിങ്ങൾ നല്ല നല്ല പോക്കിരികളാണെന്നാണല്ലോ എൻ്റെ വിവരം. കീഴ്വറമ്പ് കുനിയിൽ നിവാസികളൊക്കെ വലിയ പോക്കിരികളാണെന്ന് എൻ്റെ വിവരം. എന്നിട്ട് നിങ്ങൾ ബേക്കിൽ പോയിരിക്കാം എങ്ങനെ പഠിച്ച്? ഇന്നത്തെ കസേര ഇവിടെ ഇരിക്കും. അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം തവക്കുലാണ്. വളരെ ചിന്തിക്കണം, ചിന്തിക്കുക എന്നുള്ളതാണ്. ചിന്തിക്കണം. അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം തവക്കുലാണ്. ആ തവക്കുലിൽ നിന്ന് അമൽ ഉണ്ടാകണം, ആ തവക്കുലിൽ നിന്ന് ഇബാദത്ത് ഉണ്ടാകണം, ആ തവക്കുലിൽ നിന്ന് ഫറള് ഉണ്ടാകണം, ആ തവക്കുലിൽ നിന്ന് സുന്നത്ത് ഉണ്ടാകണം, ആ തവക്കുലിൽ നിന്ന് ദുആ ഉണ്ടാകണം. എന്നല്ല, തവക്കുൽ തന്നെയാണ് ദുആ. മുതവക്കിൽ ദാഇയാണ്, എപ്പോഴും ദാഇയാണ്. തവക്കുലുള്ള മനുഷ്യന് ദുആ ഒഴിയേയില്ല, സദാ സെക്കൻഡും ദാഇയാണ്. ദ്വാരനോണ്ട് എന്താ ദ്വാ? തവക്കുലാണ് ദ്വാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് നോക്ക്. നമ്മൾ മർമ്മപ്പെട്ട ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിരാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന്. ആയിരക്കണക്കിന് വിഷയമുണ്ട് ഈ പറഞ്ഞ വിഷയം. അതിൻ്റെ ഒരു കഷ്ണം മുറിച്ചിരാൻ ഞങ്ങൾക്ക്. നമുക്ക് അള്ളാൻ്റെ ആളാകണം. അള്ളാൻ്റെ കയ്യിൽ അറ്റല്ലാത്തതുണ്ട്. അവന് എന്തും നമ്മൾ ചെയ്യാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആകാശ ലോകത്തെ നമ്മൾ സംരക്ഷിക്കാൻ കഴിയും. സംരക്ഷിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കണം, ഒരു വളരെ കുറഞ്ഞ നേരം കൊണ്ടല്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പോയിട്ട് 1 മാസം വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിൽ പോയി. അവിടെ സഖറത്തുൽ മിഅറാജ് എന്നൊരു പാറയുണ്ട്. ആ പാറ ഞാൻ ഈ കഴിഞ്ഞ കൊല്ലവും കണ്ടിട്ടുണ്ട്. ആ പാറയുടെ മുകളിൽ ഒരു കാലിന്റെ അടയാളമുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അവസാനമായി കാല് പറിച്ചെടുത്തത് അവിടെ വെച്ചാണ്. അവിടെ ഒരു പ്രത്യേകമായ അടയാളങ്ങളുണ്ട്. അവിടെ കോടാനക്കോടി മനുഷ്യർ തൊട്ടുമുത്താറുണ്ട്. സഖറത്തുൽ മിഅറാജ്, അതാണ് ഖുബ്ബത്തു സഖറ. ഖുബ്ബത്തു സഖറയുടെ അടിയിലാണത്. അന്ന് ഖുബ്ബയില്ല, പിന്നീടാണ് ഖുബ്ബ ഉണ്ടാക്കിയിട്ടുള്ളത്. കല്ലുണ്ട്. കല്ലിന്റെ മുകളിൽ നിന്ന് മുത്ത് റസൂൽ ഉയർന്നു പോയി.
പിന്നെ പോയില്ലേ دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما നബിയെ നിങ്ങൾ മുന്നോട്ട് പോയി എനിക്കിനി മുന്നോട്ട് വരാനുള്ള അനുമതിയില്ല എന്ന് പറഞ്ഞില്ലേ സയ്യിദുനാ ജിബ്രീൽ അവിടുന്ന് പോയില്ലേ മുഹമ്മദ് മുസ്തഫ പിന്നെ അല്പനേരം കൊണ്ട് തിരിച്ചു വന്നില്ലേ മുഹമ്മദ് മുസ്തഫ അള്ളാഹ്ക്ക് എന്താ കഴിയാത്ത ഈ ലോകം കണ്ട ഏറ്റവും വലിയ സംഭവം ഈ ലോകത്തെ ഏറ്റവും വലിയ സംഭവം മിഅ്റാജാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സംഭവം ഇസ്രാ മിഅ്റാജാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ എന്തൊക്കെയാണ് കണ്ടത് അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് എന്തിനും കഴിയുന്ന ഒരു റബ്ബുണ്ട് എന്തിനും കഴിയും എന്തിനു കഴിയും രാജാവിനെ പേടിച്ച് മല കയറി 7 ആളും നായയും പിന്നെ ഒരു ഗുഹയിൽ കയറി ഇപ്പൊ ലേശം ദ്വാരുന്നു പിന്നെ അവിടെ കിടന്നു പിന്നെ അവിടെ ഉറങ്ങി എത്ര കൊല്ലം 309 കൊല്ലം തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങിയെന്ന് അങ്ങനെയല്ലോ ഒരു ശൈലി നമ്മൾ ഒന്നിങ്ങനെ നടക്കും ഒന്നിങ്ങനെ കിടക്കും ഒന്നിങ്ങനെ നടക്കും ഒരു അരമണിക്കൂർ ഇങ്ങനെ നടന്നാൽ പല ഭാഗത്തും കിടന്നാൽ ഒരു അരമണിക്കൂർ നമ്മൾ ഇടഭാഗത്തുമ്പോൾ കിടക്കും അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ട് കിടക്കും ഇങ്ങനെ കിടക്കും ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേയിരുന്നു ഷിമാലി അവരെ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും കിടന്ന് അവരങ്ങനെ ഉറങ്ങി കെൽബുഹും അവരുടെ നായോ ബാസത്തിന്റെ അതേ മനസ്സിലായില്ല അതെ ആ നായ അതിന്റെ 2 കാലും നീട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെ ബിൽ വസീദ് അവിടെ അങ്ങനെ കിടന്ന് നായ ആ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് പല വട്ടം കണ്ടിട്ടുണ്ട് ഉമ്മിനികളെ ചിന്തിക്കുക എത്ര കൊല്ലം കിടന്ന് 309 കൊല്ലം കിടന്നു അങ്ങനെ കിടന്ന് ഉറങ്ങി അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞു അങ്ങനെ ഉറങ്ങി 309 കൊല്ലം കഴിഞ്ഞ് ഉറങ്ങി പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ആട്ടിടയന് അവന്റെ ആട് മേക്കാൻ ആടിനെ രാത്രി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആ ഗുഹയുടെ ഭാഗത്തേക്കുള്ള ഏരിയ പൊളിച്ചപ്പോൾ ഇവര് ഉറങ്ങിക്കിടക്കണ്ട നായനെയും ആളുകളെയും കണ്ട് ഓടിപ്പോയി. അപ്പൊ ഇവര് ഉണർന്നു. കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലായില്ല, എന്തോ പോലെ സംഭവിച്ചതുപോലെ തോന്നി. അപ്പോൾ ചോദിച്ചു, കം ലഭിത്തും എത്ര ഉറങ്ങിയിട്ടുണ്ടാവുക? വർത്തമാനം പറയാ ലഭിത്തന യോമൻ. ഒരു കൂട്ടക്കാർ പറഞ്ഞു ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പം അടുത്ത വാദപ്രതിവാദം ലാ ബാള യോമൻ, ഒരു ദിവസം ഫുള്ളൊന്നും ഉണ്ടാവില്ല. വാദപ്രതിവാദം എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? 309 കൊല്ലം. വെള്ളം കുടിച്ചോ? ചായ കുടിച്ചോ? പറയും മനുഷ്യന്മാര്. നിരാഹാര സത്യാഗ്രഹം കിടക്കാൻ പോകും നമ്മളെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ. 6 മണിക്കൂർ 7 മണിക്കൂർ കിടന്നാൽ തന്നെ പിന്നെ അവർക്ക് നാരങ്ങ നീര് കൊണ്ടുവന്നിട്ട് തൊള്ളിയിലാക്കി ഗ്ലൂക്കോസ് കൊടുത്തിട്ട് പിന്നെ പറ്റുള്ളൂ. പിന്നെ 2-3 ദിവസം കഴിയുന്ന ഒരു നേരായ നിലക്കായി കിട്ടാൻ. എങ്ങാനും 24 മണിക്കൂർ നിരാഹാര സത്യാഗ്രഹം കിടന്നാൽ, നിരാഹാര സത്യാഗ്രഹം കൂടുതൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോ ഗ്ലൂക്കോസ് കുത്തും. പിന്നെ ഇത്രയും കിടക്കാലോ, അങ്ങനെ കിടക്കും, ഗ്ലൂക്കോസ് ഇങ്ങനെ കുത്തും. ഇതോ നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ എന്താ മനസ്സിലാക്കത്ത്? 309 കൊല്ലം കഴിഞ്ഞിട്ട് വാദപ്രതിവാദം. അല്ല, കം ലഭിത്തും എത്ര ഉറങ്ങിയിട്ടുണ്ടാവുക? അപ്പോൾ ലഭിച്ച യോമൻ ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ മറ്റോ ബഹളയോ ഫുള്ളൊന്നും ഉണ്ടാവില്ല, കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങോട്ട് കൂടി തർക്കിച്ചു. റബ്ബുക്കും ആലുമേമാലുവത്ത്. പിന്നെ തീരുമാനത്തിലെത്തി. ആയിക്കോട്ടെ, ഒരു മധ്യസ്ഥമാണല്ലോ, മധ്യസ്ഥം പറഞ്ഞു അള്ളാഹ്ക്കറിയാം എത്ര ഉറങ്ങിയിട്ടുണ്ടാവും, അതൊക്കെ നടക്കട്ടെ. നമുക്കിനി ഭക്ഷണം വേണ്ടേ? അങ്ങാടിയിൽ പോയിട്ട് ആരെങ്കിലും ഒരാൾ ഭക്ഷണത്തിന് പോയി. അപ്പോൾ എൻ്റെ കർഷകനായ മനുഷ്യൻ തംലീഹയാണെന്ന് പ്രധാനപ്പെട്ട അഭിപ്രായം പറഞ്ഞേ, ഞാൻ പോയി കൊണ്ടുവരാം. അപ്പൊ കയ്യിലുള്ള പൈസയൊക്കെ എടുത്തു, ഓരോരുത്തരുടെ കയ്യിലുള്ള നാണയത്തൊട്ടുകളൊക്കെ എടുത്തു, തംലീഹയുടെ കയ്യിൽ കൊടുത്തു. തംലീഹ നാണയം കൊണ്ടുപോയി.
ഭക്ഷണത്തിന് ഗുഹയിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങ. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഭക്ഷണം കൊണ്ടുകൊണ്ട ഹലാലായ ഭക്ഷണം വിൽക്കുന്ന കടയുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഹലാലായ ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ആവശ്യമില്ല. എന്തെങ്കിലും അല്ല കൊണ്ടത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ. ഇതിപ്പോ നമ്മളൊരു ലേഖനാക്കിയിട്ട് മനോരമയിലേക്ക് അയച്ചാൽ മനോരമ പിറ്റേന്ന് തിരിച്ചയക്കും. ഈ ജാതി നോണയൊന്നും അയക്കരുത്. ഇതൊന്നും ഉണ്ടാവില്ല. നമ്മക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് പരിശുദ്ധ ഖുർആനല്ലേ. എന്തുകൊണ്ട് മനുഷ്യനത് വിശ്വസിക്കാൻ കഴിയില്ല? എത്ര കാലം? 300 സിനീന. എത്ര കൊല്ലം? എത്ര കൊല്ലം? 309 കൊല്ലം. ഉറങ്ങി. ആരോർക്കി? അല്ലാഹു ഉറക്കി. എണീറ്റിരുന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കണം. എണീറ്റിരുന്നപ്പോൾ വാദപ്രതിവാദമാണ്. എത്ര ഉറങ്ങി? ഇത്ര ഉറങ്ങി, അല്ല അത്ര അല്ല, അല്ല ഉണ്ട്, അല്ല ഇല്ല, വാദപ്രതിവാദം. പിന്നെ അവസാനം മധ്യസ്ഥം പറഞ്ഞ് റബ്ബുക്കും അഅലമു ബിമാ ലബിത്തും, എത്ര ഉറങ്ങിയിട്ടുണ്ട് എന്ന് റബ്ബിനറിയാം. ഇനി തർക്കിക്കണ്ട. ഇനി ഒരു കാര്യം ചെയ്യേ, ഉള്ള പൈസയൊക്കെ എടുക്കി സംഘടിപ്പിച്ചു. 7 അളകയുള്ള നാണയത്തൊട്ട്, ദഖ്യാനൂസ് രാജാവിന്റെ തലയുള്ള നാണയത്തൊട്ടുകളൊക്കെ എടുത്തു, നേരെ കൊടുത്തയച്ച് തംലീഗ് ഭക്ഷണത്തിന് പോയി. അപ്പൊ തംലീഗയോട് പറഞ്ഞ് അയ്യുഹ അസ്കാ തുആമൻ, ഏറ്റവും ശുദ്ധമായ ഹലാലായ ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. പോലീസ് റോന്ത് ചുറ്റുന്നുണ്ടെങ്കിൽ തിരിച്ചു പോയി തിന്നണ്ട. നമുക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എത്ര കൊല്ലം കഴിഞ്ഞിട്ട് എത്ര എന്ന് പോലീസ് റോന്ത് ചുറ്റുന്നുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങരുത്. എന്തുകൊണ്ട്? നമുക്ക് പിടുത്തപ്പെടാൻ പാടില്ല. ന്യൂസ് നമ്മളെ കിട്ടിയാൽ ശിർക്കിന് നിർബന്ധിക്കും. നമുക്കിവിടെ പലജാതി പണിയുമുണ്ട്. അതുകൊണ്ട് ന്യൂസിന്റെ കണ്ണപ്പെടാത്ത പണിയെടുക്കണം. തൽക്കാലം ദഖ്യാനൂസിന്റെ കണ്ണപ്പണിയെടുത്ത്. അപ്പോഴത്തെ ദഖ്യാനൂസ് ചത്ത് കുഴിച്ചിട്ടിട്ട് 300 കൊല്ലം കഴിഞ്ഞ്. ഈ വിവരമൊന്നും വര് അറിയില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ വർത്തമാനങ്ങളാണത്. അതായത് ഈ 6 ആള് 7-മത്തോട് പറയാ, പോയിക്കോ, ഭക്ഷണത്തിൽ പോയിക്കോ. എവിടെ ഹലാലായ ഭക്ഷണം ഉണ്ടോ, അങ്ങനത്തെ പീടിക ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, നല്ല ശുദ്ധമായ ഭക്ഷണം, അവിടുന്ന് വാങ്ങിയാൽ മതി. ദഖ്യാനൂസിന്റെ നാട്ടിലെ കച്ചവടക്കാരെ മുഴുവനും വിശ്വസിക്കേണ്ട. അവര് ഹറാമും വെക്കും, അത് വാങ്ങരുത്. ഹലാല് വെക്കുന്ന പീടികകളിൽ പീടിക പൂട്ടിയിട്ടുണ്ടോ? വാങ്ങണ്ട. പോലീസ് റോന്ത് ചുറ്റുന്നുണ്ടോ? വാങ്ങരുത്. പോലെ തിരിച്ചോലെ കുഴപ്പമൊന്നുമില്ല, പോയിക്കോർ പറഞ്ഞേച്ച്. ചിന്തിക്ക്, ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് പറ മനുഷ്യ? ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ്? അല്ലാഹ്. ഈ റബ്ബിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഭയങ്കര ഞാൻ അത്ഭുതപ്പെടാണ് ഈ സംഭവം. എന്തായി സംഭവം? അതിനേക്കാൾ വലിയ രസം വേറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവര് എണീറ്റിരിക്കുന്ന നേരത്തെ മനുഷ്യന്മാര് ഇവരെ നഖം നീണ്ടിട്ടില്ല. 309 കൊല്ലം നഖം വളർന്നാൽ എത്ര വളരും? 309 കൊല്ലം തലമുടി വളർന്നാൽ എത്ര വളരും? ഇങ്ങോട്ട് നോക്കി. എന്നെ വിളിച്ചിട്ട് വേറെല്ലോ നോക്കരുത്. നോക്ക്, മനസ്സിലാവുണ്ട് പറഞ്ഞേ. 309 കൊല്ലം തലമുടി വളർന്നാലോ? 309 കൊല്ലം തലമുടി വളരുമല്ലോ. തലമുടി നമ്മൾ ഉറങ്ങാത്ത വളരൂലേ? നല്ല ബഹീലന്മാർക്ക് ബാർബർ ഷാപ്പ് പോകാൻ മടിയുള്ളവന് പറഞ്ഞാൽ മതിയല്ലോ. ബാർബർ ഷാപ്പിലും പൈസ കൊടുക്കരുതെന്ന് ഭാഷയുള്ളവന് ചിന്തിക്ക്. മുടിയും നഖവും, ഒരു മനുഷ്യന്റെ മുടിയും നഖവും 309 കൊല്ലം കഴിഞ്ഞവരെ എണീക്കുക.
മുടിയോ പഴയ മുടി. നഖോ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു ദൗട്ടാക്കല്ലോ. മനസ്സിലായില്ല? നമ്മളിപ്പോ എത്ര കൊല്ലപ്പോ കിടന്ന് എന്താ അവസ്ഥ? കിടന്നോർത്ത് മുഴുവൻ മുടിയോട് മുടി. എത്ര കൊല്ലം കഴിഞ്ഞു പറയും മനുഷ്യന്മാരെ? 309 കൊല്ലം. എന്താ അല്ലപ്പ എത്ര ഉറങ്ങിയത്, എന്ത് പ്രായത്, അങ്ങനെ വിചാരിക്കണ്ടേ? അപ്പോ ആ മുടി അമ്മുടി തന്നെ, ആ നഖം അതിനേക്കാൾ വലിയ രസം. ബോംബെ ഡൈയിങ് പോലത്തെ 1-ാം നമ്പറുകാരനെ 20 അലക്കലാണ് ഒരു കുപ്പായത്തിന്. അത് കഴിഞ്ഞാൽ എപ്പോഴും പിന്നാണ്. അതായത് മര്യാദ കെട്ടു പോകുകയാണെങ്കിൽ 6 മാസം 8 മാസം 10 മാസം. ഒരു കൊല്ലം എപ്പോഴും ഇടുകയാണെങ്കിൽ എപ്പോഴും ഇടുക. മനുഷ്യന് സ്വയം ഒരു ചൂടുണ്ട്. മനുഷ്യന് സ്വയം ഒരു ചൂടുണ്ട്. മനസ്സിലോട്ട് പറഞ്ഞത്, ഈ ചൂടിൽ ഈ സാധനം പഴകും. മനുഷ്യന്റെ ചൂട് കൊണ്ട് തന്നെ നാശവും. നിങ്ങൾ ചിന്തിക്കണം, ഒരു കുപ്പായിട്ട് നിലത്ത് കിടക്കുക. ഒരു കുപ്പായിട്ട് നിലത്ത് കിടക്കുക. നിലം ഞാൻ കണ്ടിട്ടുണ്ട്. നിലണ്ട് നിലത്ത് കിടക്കുക. നിലത്ത് സ്വാഭാവികമായും എന്തുണ്ടാവും? ഉറുമ്പുണ്ടാവും. നമ്മൾ സെൽഫിൽ വെച്ച കുപ്പായം തുണിയും ട്രൗസറും വരെ പിറ്റേ ദിവസം പെണ്ണുങ്ങളോട് ചോദിച്ചു എന്തിപ്പോ ഇതൊക്കെ? അപ്പൊ പറഞ്ഞു ഉറുമ്പ് കയറിയതായിരിക്കും, ഉറുമ്പ് തിന്ന്. കുപ്പായ കണ്ണാടി മാളിക പോലെ ആയിട്ടുണ്ട് ബനിയന്. ട്രൗസർ കണ്ണാടി മാളിക പോലെ ആയിട്ടുണ്ട്. അവരുണ്ടല്ലോ ഉറുമ്പ് തിന്ന് ചെതല് തിന്ന് ചെതല്. ഞാൻ 2019 ആ ഗോവയിൽ പോയിട്ടുണ്ട്. മണ്ണ്, തനി മണ്ണ്, ചെതല്, പുറ്റി ചെതല്. 309 കൊല്ലം ആ ചെതല്. ഇവരെ കുപ്പായം തിന്നില്ല. ഇവരെ പോട്ടെ, ഇവരെ ഔലിയാക്കന്മാരാന്നറിയാം. കുപ്പായോ ഔലിയല്ലല്ലോ. നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ ചിന്തിക്കേ, കുപ്പായോ അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ കുപ്പായത്തിൽ ഒരിക്കലും ചെതല് തൊടുകയില്ല. ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ ചെതല് തൊടുകയില്ല, ഉറുമ്പ് തൊടുകയില്ല. തനി മണ്ണ് തന്നെ. ഇപ്പോൾ ചിന്തിക്ക് മുമ്പിനെ, ചിന്തിക്ക് മുമ്പിനെ ചിന്തിക്കണം. ഈ കമീസ് ഇട്ട് കിടന്ന് 309 കൊല്ലം കമീസ് ദ്രവിച്ചില്ല എന്ന് മാത്രമല്ല, ഉറുമ്പ് അതിനെ തിന്നില്ല, ചെതൽ അതിനെ തിന്നില്ല, ഒന്നുമില്ല. ഒരു നായക്ക് ഏറി വന്നാൽ ആയുസ് 20 കൊല്ലം. ഈ നായ വമ്പൻ നായ ആയതിനു ശേഷം വരെ പിന്നാലെ നടക്കുക. പിന്നെ നായ ഉറങ്ങി എത്ര? 309 കൊല്ലം. എന്നാണ് അവിടെ തഫ്സീർ റാസി അടക്കം. നായയുടെ ഉറക്കവും ഉണർച്ചയും എല്ലാം സമമായിരുന്നു. മഅഹും അവരോടുകൂടെ. ലമ്മ നാമു നാമ, ലമ്മ ഇസ്തൈഖളു ഇസ്തൈഖള. അവർ ഉറങ്ങിയപ്പോൾ നായയും ഉറങ്ങി, അവർ ഉണർന്നപ്പോൾ നായയും ഉണർന്നു. 309 കൊല്ലം നായ ഉറങ്ങി. നായ ഒരു കുഴപ്പമില്ല. നായ 309 കൊല്ലം കഴിഞ്ഞിട്ട് തലയൊക്കെ ഇങ്ങനെ കുടഞ്ഞ് നായ എണീച്ചു. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ ഒന്നും കൂടി നോക്ക്. അത് പഠിപ്പിക്കലല്ല ഇന്നത്തെ നമ്മളെ ലക്ഷ്യം. ആ മർമ്മം മനസ്സിലാക്കണം. അത് പറഞ്ഞ് നമ്മൾ ആശ്രയിക്കുന്ന റബ്ബ് ആ റബ്ബ് തന്നെയാണ്. ആ റബ്ബ് പോയി ട്രാൻസ്ഫർ ആയിട്ട് വേറെ റബ്ബ് വന്നല്ല. മനസ്സിലായില്ല? പണ്ടങ്ങനെ റബ്ബ് ഉണ്ടായിരുന്നു. ആ റബ്ബ് ഭയങ്കര ഉഷാറായിരുന്നു. ആ റബ്ബ് പിന്നെ അമേരിക്കയ്ക്ക് ട്രാൻസ്ഫർ ആയി. ഇപ്പൊ വേറെ റബ്ബാണ് ഇന്ത്യയിൽ. അങ്ങനെയാണോ? അവൻ തന്നെ. وهو حي لا يموت وهو الله لا إله إلا هو الحي القيوم. അവൻ ഹയ്യുൻ ഖയ്യൂമാണ്. ഒരു പേടി പിടിക്കണ്ട. എന്തിനു പേടിക്കണേ? അപ്പോൾ എന്തിനും കഴിയുന്ന റബ്ബാണെന്ന് ചിന്തിക്കണം. എന്തിനു കഴിയും? മരിപ്പിക്കാനും കഴിയും, പിന്നെ എണീപ്പിക്കാൻ കഴിയും, ഉറക്കാൻ കഴിയും, എണീപ്പിക്കാൻ കഴിയും. നെബൂഖദ്നേസർ ചക്രവർത്തി ജെറൂസലേം ആക്രമിച്ച ഒരു സംഭവമുണ്ട്. BC 605 എന്ന് അനുമാനം. ഈ സംഭവം
ബാബിലോണിയക്കാരനായ നെബൂഖദ്നേസർ ജെറുസലേം ആക്രമിച്ച ഒരു സംഭവമുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ അൽ-ബഖറയിൽ പറയുന്ന ഔകല്ലദി മറ അലാ ഖറിയ വഹിയ ഖാബിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹീ ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹാ ഫമാതഹു അല്ലാഹു മിഅത ആം. 100 കൊല്ലം നെബൂഖദ്നേസർ ചക്രവർത്തി ജെറുസലേം തകർത്തപ്പോൾ ജെറുസലേമിലൂടെ യാത്ര പോയി ഉസൈർ അലൈഹിസ്സലാം നബിയാണെന്നും സൂഫിയാണെന്നും അഭിപ്രായമുണ്ട്, വലിയാണെന്നും നബിയാണെന്നും അഭിപ്രായമുണ്ട്. നബി മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഉസൈർ അലൈഹിസ്സലാം. ശ്രദ്ധിക്കണം. പിന്നെന്ത് ചെയ്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹു അവരെ കിടത്തി മരിപ്പിച്ചു. പിന്നെ 100 കൊല്ലം കഴിഞ്ഞ് ഹയാത്താക്കി. 100 കൊല്ലം കഴിഞ്ഞ് എണീറ്റ്. 100 കൊല്ലം കഴിഞ്ഞ് എണീറ്റു. ശ്രദ്ധിക്ക്, മുമ്പിൽ ചിന്തിക്കണം. ഒരഭിപ്രായം, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഭാര്യയ്ക്ക് ഗർഭമുണ്ടായിരുന്നു. പിന്നെയോ അദ്ദേഹം മരിച്ചു കിടന്നു 100 കൊല്ലം മരിച്ചു കിടന്ന് പിന്നെ എണീറ്റ് പിന്നെ നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിലേക്ക് തിരിച്ചുപോയി പൊര ചെന്നോക്കുമ്പോൾ പഴയ പൊരന്നെ ഒരു തന്തപ്പാപ്പ അങ്ങനെ ഇരിക്കുന്നുണ്ട്. മരുത്ത് തന്തക്ക് കണ്ണൊന്നും കാണൂല. ആരാന്ന് വെച്ച് ഞാൻ ഉസൈറാണ് കാരണം ഞാൻ ഈ വീട്ടിന്റെ ഉടമക്കാരൻ ഉസൈറാണ്. വീട്ടിന്റെ ഉടമക്കാരൻ ഞാനാണല്ലോ. അപ്പൊ ഇങ്ങനെ ഓർമ്മ നോക്കുമ്പോ തന്ത പറയാണ്, ബാപ്പ പണ്ട് നാട് വിട്ട് ഉമ്മ പറഞ്ഞിരുന്നു, ഉമ്മയും മരിച്ചിട്ട് കുറെ കാലായി. മകന് വയസ്സ് 100, തന്തക്ക് വയസ്സ് 40. മരിച്ചാലത്തെ ആയുസ് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ഇവിടെ ഉണ്ടാ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. നിങ്ങൾ നല്ല ഉഷാറിലല്ലേ ഇരിക്കണ്. തന്തക്ക് എത്ര വയസ്സ്? 40. മകൻ എത്ര വയസ്സ്? 100. തന്തല്ല, 40 വയസ്സിനോ തന്തയാണോ? പിന്നെ കൈ ഒടിച്ച് മകനെ എണീപ്പിക്കാണ്. മകന് നടക്കാൻ വയ്യ. തന്തയാണ്, ഉപ്പാപ്പയാണ്. ആര്? മകന് ബാല്യക്കാരനാണ്. ആര്? അപ്പക്ക് 40 വയസ്സാ, തന്തക്ക് 100 വയസ്സാ, മകന് 100 വയസ്സാ. എവിടെയുണ്ട്? അതിലുണ്ട്, ഈ ആറ്റിന് സിറിലുണ്ട്. അതാണ് ഇന്ന് മഗ്രിബിലും നമ്മൾ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്തിനു കഴിയും? എന്തിനു കഴിയും? പേടിക്കണ്ട. ആ റബ്ബ് തന്നെ ചിന്തിക്കണം. അപ്പൊ എന്തിനും കഴിയുന്ന ഒരു റബ്ബ്, എന്തിനും കഴിയുന്ന റബ്ബ് മുമ്പിനെ ചിന്തിക്കണം. അപ്പോൾ പിന്നെ പ്രശ്നം എന്താണ്? എന്റെ പ്രശ്നം അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു പ്രശ്നം നമ്മളെ ബോധം അള്ളാഹു തൗഫീക്ക് തുറന്ന് തരട്ടെ. എന്റെ പ്രശ്നം എന്തിനും കഴിയുന്ന ഉടമക്കാരന്റെ മുന്നിൽ അടിമ അവന്റെ കൽബിനെ കൊണ്ടുപോയി കെട്ടിവെക്കണം. ബലപ്പെട്ട കയറോട് കെട്ടണം. എന്നാൽ പേടിക്കൊന്നും വേണ്ട. എന്തുകൊണ്ട്? എന്തിനു കഴിയുന്ന റബ്ബാണ്. നമ്മളെ കെട്ട് മുറുകാതിരുന്നാ തോറ്റ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ കയറ് ലൈഫായാലും തോറ്റ്. അവർക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത വിഷയം ഉണ്ടാവില്ല. ഈ കെട്ട് ഭദ്രമാക്കലിനാണ് വസീഖായ തവക്കുൽ എന്ന് പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈമാൻ പറയുന്നിടത്ത് മുഴുവനും അള്ളാഹു തആല ഈ മർമ്മപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തവക്കുൽ പറയും. ഞങ്ങൾക്കൊരു സ്ഥിരമായി ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്ത് ഓതി മനുഷ്യന്മാരെ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഏത് ഈമാൻ ബലപ്പെടുത്തി പറയുന്ന സ്ഥലത്തും തവക്കുല പറയാ. ചിന്തിക്കണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും.
അല്ലാഹു എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം പടപടക്കുന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതു, അല്ലാഹുവിന്റെ വചനം ഓതി കേട്ടാലോ സഅദതുഹും ഈമാനാ, ആ വചനങ്ങൾ അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നാലെ മുഅ്മിനീങ്ങൾ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിൽ മാത്രം ഏൽപ്പിക്കും, അവർ റബ്ബിനെ ഏൽപ്പിക്കും. റബ്ബിനോ എന്തു കഴിയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ശരി, ഒരു സ്ഥലം കൂടി പറഞ്ഞുതരാം. ഇബ്ലീസിനെ അള്ളാഹു ആട്ടി. ഇതൊരു മർമ്മപ്പെട്ട സ്ഥലം കേട്ടോ. ഈ പറഞ്ഞു മർമ്മാണ്. ഇനിയൊരു സ്ഥലം കൂടി മർമ്മം പറഞ്ഞുതരാം. ശ്രദ്ധിക്കണേ, മർമ്മമാണ് എന്ത്? ഏത് ദുആയുടെയും നിസ്കാരത്തിന്റെയും മുമ്പ് മർമ്മം എന്താണ്? പറയും മനുഷ്യന്മാരെ, അത് പറയേ. എന്താണ് ഏറ്റവും മർമ്മം? എന്താണ്? തവക്കുലാണ്. ഏറ്റവും മർമ്മം തവക്കുലാണ്. എന്തിനു മുമ്പ് തവക്കുലാണ്. തവക്കുലോടുകൂടി പ്രശ്നം പരിഹരിക്കും. തവക്കുലാണ് വിഷയം. ശ്രദ്ധിക്ക്, ഒരു സ്ഥലം കൂടി പറഞ്ഞുതരാം. നോക്കൂ, ഇബ്ലീസിനെ ആട്ടി ഓടിക്കാണ് തന്റെ സദസ്സിൽ നിന്ന് അല്ലാഹു. പുറത്തു പോ, നിന്നെ ഞാൻ ഒഴിവാക്കി, പോ. ഈ നാട്ടുകാരെ ആദമിന്റെ മക്കളെ നശിപ്പിക്കുന്നല്ല പറഞ്ഞു. നശിപ്പിച്ചോ, ഈ പോയിക്കോ, നശിപ്പിച്ചോ. പക്ഷേ എന്റെ ആദമിന്റെ കുട്ടികളെ ഈ നശിപ്പിക്കുന്നല്ലേ പറഞ്ഞു. നശിപ്പിച്ചോ. പക്ഷേ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മർമ്മപ്പെട്ട രണ്ടാമത്തെ സ്ഥലം. ശ്രദ്ധിക്കണേ. എന്റെ ഇഷ്ടപ്പെട്ട അടിമകളുണ്ട്. നീ എത്ര ശ്രമിച്ചാലും, ഖിയാമത്ത് നാൾ വരെ ശ്രമിച്ചാലും അവരെ നശിപ്പിക്കാൻ നിനക്ക് കഴിയുകയില്ല. എന്തുകൊണ്ട്? അവരെന്നെ ഏൽപ്പിക്കും. അവിടെയും തവക്കുല പറഞ്ഞു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണില്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വർക്കപ്പറ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മുഅ്മിനിന് എല്ലാ കാര്യം മുഅ്മിനും ഉണ്ടാവും, മുഅ്മിനല്ലാത്തവനും ഉണ്ടാവും. എന്തുണ്ടാകാം. പക്ഷെ മുഅ്മിനും മുഅ്മിനല്ലാത്തവനും വ്യത്യാസം. അപ്പം മുഅ്മിന് മുതലുണ്ടാവും, മുഅ്മിനല്ലാത്തവന് മുതലുണ്ടാവും. എന്താ വ്യത്യാസം? മുഅ്മിന് മുതലുണ്ടായാൽ, മുതൽ അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ്. അത് അള്ളാഹിന്റെ പൊരുത്തത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് മുഅ്മിന് ഒരു ചിന്താധാരണ ഉണ്ടാവും. ഇനി മുതലില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, റബ്ബിനെ സംരക്ഷിക്കുമെന്ന ധാരണയും വിശ്വാസവും ഉറപ്പും അതും ഉണ്ടാവും. മുഅ്മിനല്ലാത്തവനോ? അതുകൊണ്ട് തന്നെ ഒരു വിഷയം പറഞ്ഞാൽ എടുത്ത് അങ്ങനെ കൊടുക്കും. ആവശ്യമില്ലാതെ വലിച്ചെറിയുന്നല്ല, ആവശ്യമില്ലാതെ വലിച്ചെറിയാൻ പാടില്ല അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് നിയമം. അതുകൊണ്ട് കൊടുക്കൂല. ആവശ്യത്തിനൊക്കെ എന്തിനും കൊടുക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. ആര് കൊടുക്കും? ഉറക്കെ പറയും. എന്താണ് എൻ്റെ മനുഷ്യന്മാരെ? ആര് കൊടുക്കും? മുഅ്മിൻ കൊടുക്കും. അങ്ങനെ വേറെ കൂടെ നിന്ന് പറയും. നമുക്കിത് വിഷയം പഠിക്കാണ്, ഒരു വിഷയം പഠിക്കാണ്. മുഅ്മിനും പൈസ ഉണ്ടാവും, മുഅ്മിനും പൈസ ഉണ്ടാവും, തവക്കുലുണ്ടാവും. മുഅ്മിനല്ലാത്തവന് പൈസ ഉണ്ടാവും, തവക്കുലുണ്ടാവില്ല. അതുകൊണ്ട് അവന്റെ തവക്കില് പൈസ മേലിരിക്കും, മുഅ്മിന്റെ തവക്കില് അല്ലാഹു ഇരിക്കും. റസൂൽ വന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അങ്ങനെ മുഹാജിരികളെ വരുമ്പോ അൻസാരികളെ യോഗം വിളിച്ചോട്ടി ഹബീബായ നബി പറയാണേ, ഒക്കെ മുതലിന്റെ പൗതിയാണ് കൊടുത്താൽ കിട്ടാണ്. ഇങ്ങനത്തെ നബിയാണെങ്കിൽ നമുക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറയണ്ടേ? പഠിച്ചോനെ ഒരു ഒറ്റാൾ പറഞ്ഞില്ല. മുതലിന്റെ പൗതി. നിങ്ങൾ ചിന്തിക്ക്, നാളെ വയലിന് വരണമെങ്കിൽ വന്നോളി, പക്ഷേ നിങ്ങളെ മുതലിന്റെ കാല് ഭാഗം പൗതി കൊടുത്താൽ ലിവാവിന് കൊടുക്കണം കേട്ടോ. ഞാൻ നാളെ ആധാരക്കെട്ടും കൊണ്ടാണ് വരിക എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ വയറിറേണ്ടി വരും. ഒരു മനുഷ്യണ്ടാവില്ല, സലാത്തിൽ പിരിച്ചിടും, വെള്ളം നടക്കൂല. ഇത് മുഹാജിരികൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് പറയാ. എന്താ കൊടുക്കുക? മുഹാജിരികൾ വന്നിട്ടുണ്ട്, കൊടുത്തു പോണട്ടോ. മനസ്സിലായില്ല? ജുമാക്ക് ഇമാമ് ജുമാ കഴിഞ്ഞ ഉടനുണ്ടല്ലോ വർത്താനം. ഒരു കുടുങ്ങിയോ വന്നിട്ടുണ്ട്, പുറത്ത് മുണ്ട് വിരിച്ചിട്ടുണ്ട്. ഇതല്ല, മുണ്ടുപിരിയില്ല, അങ്ങനെയല്ല. അതായത് ഒരു മുഹാജിർ വന്നിട്ടുണ്ട് കേട്ടാ, എല്ലാരും ഒന്ന് കയ്യാളുള്ളത് പോലെ ഇട്ട് പോണേ, മുല്ലാക്ക അവളും കരയിലുണ്ട്, അങ്ങനെയല്ല. പിന്നെന്താണ്? മുഹാജിർ വന്നാൽ ഹബീബ റസൂൽ അൻസാരികളെ വിളിക്കും. എന്റെ പോലെ കൊടുത്തോ, എന്റെ പോലെ കൊടുത്തോ. അപ്പോൾ അടുത്ത മുഹാജിർ അതെ നബിയെ നാം യാ റസൂലല്ലാഹ് കൊടുത്തോ. അപ്പോൾ മുഹാജിർ കഴിഞ്ഞ് അപ്പോഴത്തേനും അഞ്ചാമത്തെ ആൾ കഴുത്ത് നീട്ടി നോക്കുക. അപ്പോഴത്തെ മുഹാജിർ 4 ആളെ ഇപ്പോൾ വന്നിട്ടുള്ളൂ.
ഇനി അടുത്ത ആൾ വരണം. അപ്പൊ അയാൾക്ക് വേദനയായി. ആർക്ക്? അഞ്ചാമത്താക്ക്. പഠിച്ചു എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഇയാൾ പള്ളിയിൽ ഒറ്റക്ക് നിൽക്കും. എന്നിട്ട് റസൂലാണ് പറയും, നബിയെ അടുത്തൊരാൾ വന്നാൽ എനിക്ക് ഞാൻ എത്ര കൊതിച്ചു, എത്ര ആഗ്രഹിച്ചു. നിങ്ങൾ എന്നോട് പറയും, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. കരുതിയ നിങ്ങൾ ചിന്തിക്കണം. എന്തേ? അവര് മുഅ്മിനീങ്ങളാണ്, അവര് മുതവക്കിലീങ്ങളാണ്. ചിന്തിക്കണം. അവർക്ക് ധനത്തിൽ തവക്കുലില്ല. അവർ മുഅ്മിനായപ്പോൾ അല്ലാഹുവിൽ തവക്കുലായി. എന്നാൽ ഇവർ ധനത്തിൽ തവക്കുലാക്കിയവരാണ്. എന്നിട്ട് എന്നെ നോക്കി ചെവി വട്ടം പിടിക്കുന്നത് തെറ്റാൽ വിഷയം തെറ്റും, നിങ്ങൾക്ക് തെറ്റും. അള്ളാഹിന്റെ സഹായത്താൽ ഞാൻ ഇത് വെറുതെ പറയല്ല, എനിക്കിതൊരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ റബ്ബ് പഠിപ്പിച്ച, എൻ്റെ ഉസ്താദ്മാർ പഠിപ്പിച്ച. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. തെറ്റിപ്പോകും, ശ്രദ്ധിക്കണം.